ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് ഇതാ ഈ പണം നൽകിയ സ്ത്രീ ശോഭയ്ക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുകയാണ്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ത്രീ, അതായത് ഈ വയോധികയ്ക്ക് പണം നൽകുന്ന സ്ത്രീയുടെ ഫോട്ടോകൾ, അത് ശോഭാ സുരേന്ദ്രനൊപ്പമുള്ള ഫോട്ടോകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. പാലക്കാട് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ശോഭയ്ക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് പുറത്തുവിട്ടത്. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എത്തിയപ്പോഴാണ് ഇവർ പാർട്ടി ഓഫീസിൽ ഉണ്ടായിരുന്നത്. ഇന്ന് കണ്ണാടിയിൽ ഈ യുവതി ശോഭാ സുരേന്ദ്രന്റെ കാറിൽ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളും കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഇക്ബാൽ അറക്കലാണ് ചേരുന്നത്. ഇക്ബാൽ, അപ്പോൾ ശോഭാ സുരേന്ദ്രനൊപ്പമുള്ളയാൾ തന്നെയാണ് പണം നൽകിയതെന്ന് വ്യക്തമാവുകയാണ്. ആ വയോധികയും സമ്മതിച്ചിട്ടുണ്ട്. താൻ മരുന്ന് വാങ്ങാനാണ് പണം ചോദിച്ചത്, അതവർ ചോദിച്ചതായിരിക്കാം, പക്ഷേ പണം നൽകാൻ പാടില്ല എന്ന അറിവുള്ളതാണ്. ശോഭാ സുരേന്ദ്രൻ ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. കൃത്യം തന്നെയാണ് കോൺഗ്രസിന്റെ ആരോപണം. ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ട് ഇത് കണ്ണാടിയിൽ മാത്രമല്ല, കണ്ണാടിയിൽ പണമാണെങ്കിൽ പിരായിരിയിൽ സാരി എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായി ഈ വിവാദത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? ഈ സംസാരിക്കുന്ന ഫോട്ടോകളാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാനുള്ളത്, അല്ലെ ഇക്ബാൽ? വിനീത, തീർച്ചയായും. അതായത് ശോഭാ സുരേന്ദ്രൻ ഈ കോൺഗ്രസ് പുറത്തുവിട്ട ദൃശ്യങ്ങൾ പ്രതിരോധിച്ച് നിന്നിരുന്നത് ആ വെള്ള വസ്ത്രം ധരിച്ച, ചുരിദാർ ധരിച്ചിരുന്ന ആ വനിതയെ അറിയേ തന്നെ ഇല്ല. തൻ്റെ വാഹനത്തിലുണ്ടായിരുന്ന താനും പ്രമീള ശശിധരനും മാത്രമാണ് എന്നുള്ളതാണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ അടുത്തൂടെ നടന്നു പോകുന്ന വെള്ള വസ്ത്രം ധരിച്ച സ്ത്രീ, അത് ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന സ്ത്രീ ആയിരിക്കാം എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പിന്നീട് ആ വാഹനത്തിൽ അത്തരത്തിലൊരു വെള്ള വസ്ത്രം ധരിച്ചിരുന്നൊരു വനിത ഉണ്ടെന്ന് നമ്മൾ തെളിയിച്ച സമയത്ത് അങ്ങനെയാണെങ്കിൽ അത് ആരാണെന്ന് തെളിയിക്കട്ടെ എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. ഏതായാലും ഇപ്പോൾ അതിനുള്ള ഉത്തരം കൂടി ഇപ്പോൾ കോൺഗ്രസ് തന്നെ പുറത്തുവിടുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. ശോഭാ സുരേന്ദ്രനൊപ്പം ഈ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ ഉടനീളം ആ സ്ത്രീ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. ഇന്ന് കണ്ണാടിയിലേക്ക് എത്തിയ വയോധികയ്ക്ക് പണം നൽകിയത് ഇതേ യുവതി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് കണ്ണാടിയിലെ കോൺഗ്രസ് പ്രവർത്തകർ സംസാരിക്കുന്നു. ഇതാ ദിനീഷ് എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകനാണ് ആ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത്. സിമി സജീവ് എന്ന് പറയുന്ന പ്രവർത്തകയെ ശോഭ ചേച്ചിക്ക് എങ്ങനെയാണ് തള്ളി പറയാൻ കഴിയുക? കാരണം ഇന്ന് രാവിലെ മുതലുണ്ടായിരുന്ന ഈ ഗൃഹ സമ്പർക്കത്തിൽ അവരുടെ കൂടെ നടന്നതാണ്. ഇതിന് മുൻപ് 2 ദിവസം മുൻപ് കണ്ണാടിയിൽ തന്നെ പാത്തിക്കിൽ വെച്ച് കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രിയുടെ കൂടെ ശോഭാ സുരേന്ദ്രനും സിമി സജീവും കൂടിയുള്ള ഫോട്ടോ ഞങ്ങളുടെ കൈവശമുണ്ട്. ഇതൊന്നും ഒറ്റ നിമിഷം കൊണ്ടില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ തെളിയിക്കാൻ കഴിയുമോ? ഇന്ന് പണം കൊടുത്തിട്ടുള്ളത് സിമി സജീവാണ്. അവർ വന്നിട്ടുള്ളത് ഇവരുടെ കാറിലാണ്. ഇവർ ഞങ്ങളോട് ആമുഖമായി സംസാരിക്കുമ്പോൾ ആ കാറിൻ്റെ പിറകിലുള്ള പിൻസീറ്റിൽ ഇവരിയ്ക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അത് എത്ര നിഷേധിച്ചാലും ദൃശ്യങ്ങളിലുള്ളതാണ്. ദൃശ്യങ്ങളിലുള്ളതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ പുറത്തിറങ്ങിയ സമയത്ത് സിമി സജീവും ആദ്യം ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. സിമി സജീവ് ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ പണം കൊടുത്തത് കണ്ടു. അപ്പോൾ അവരുടെ ബന്ധുവാണെന്നാണ് പറഞ്ഞത്. പിന്നീട് അവർ വാക്ക് മാറ്റിയിട്ട് പറഞ്ഞ് അങ്ങനെ ഒരാളേ ഇല്ല എന്നാണ്. ഇത് ഒരു കളവ് കയ്യോടെ പിടിച്ചപ്പോഴുള്ള ജാളിതിൽ പലതും പറയുന്നൊന്നല്ലാതെ ഇതെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവർ പറഞ്ഞത് ആ സ്ത്രീയെ അറിയില്ല എന്നുള്ള, ആ സ്ത്രീയും ഇവരും കൂടി നിൽക്കുന്ന നിരവധി ഫോട്ടോ ഞങ്ങളുടെ കൈവശമുണ്ട്. ഇന്ന് വന്നതും അവർ തന്നെയാണ്. അവരുടെ സീറ്റിൽ നിന്ന് നമ്മളത് കൈയോടെ വീഡിയോ എടുത്ത് കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഈ ബന്ധുവല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണ്? ബന്ധുവല്ല എന്നുള്ള 100% ഉറപ്പാണല്ലോ. ഇവർ ഒന്നാമത് ഈ നിയമസഭാ മണ്ഡലത്തിലോ പാലക്കാട് ജില്ലയിലോ ഉള്ളവരല്ല. പിന്നെ ഇവർ മുംബൈ മലയാളിയാണ്. ഓക്കെ, ഇവിടെയുള്ളവരല്ല. അങ്ങനെയുള്ള ആളുകൾ വന്നിട്ടാണ് ഈ പണം വിതരണം ചെയ്തത്. ഉറപ്പായിട്ടും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ആളുകൾ അവർ ഇവിടെ കൊണ്ടുവിട്ടിട്ടുള്ള പ്രവർത്തകർ, അവരിലൂടെയാണ് ഈ പണവും അതുപോലെ തന്നെ മറ്റ് പ്രലോഭനങ്ങളെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് അതായത് ശോഭാ സുരേന്ദ്രൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് പണം നൽകിയില്ല എന്ന് പറയുന്നു. പിന്നീട് ആ അമ്മ തന്നെ പറയുന്നു മരുന്നിനുള്ള പണം നൽകി എന്നുള്ളത്. പിന്നെ അമ്മ പിന്നീട് മാറ്റി പറയുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ആ വെള്ള വസ്ത്രം ധരിച്ചിരുന്ന സ്ത്രീയെ തനിക്ക് അറിയേ ഇല്ല എന്നുള്ള രീതിയിലാണ്. മാത്രമല്ല ഈ വാഹനത്തിൽ അത്തരത്തിൽ വെള്ള വസ്ത്രം ധരിച്ചിരുന്ന ഒരാളുണ്ടല്ലോ എന്ന് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് ഒരുപക്ഷെ അത് നിഴലായിരിക്കാം എന്നുള്ളത്. പക്ഷേ ആ നിഴലിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ പുറത്തു വിടുകയും ചെയ്തത്. ശോഭയ്ക്കൊപ്പം നടക്കുന്നയാൾ തന്നെയാണെന്ന് വ്യക്തമാവുകയാണ്, അല്ലേ ഇക്ബാൽ? തീർച്ചയായും അവർ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ ശോഭാ സുരേന്ദ്രനൊപ്പം ഉടനീളം ഉണ്ടായിരുന്നു. കണ്ണാടി പഞ്ചായത്തിൽ ശിവരാജ് സിംഗ് ചൗഹാൻ കേന്ദ്ര കൃഷിമന്ത്രി എത്തിയ സമയത്ത് ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ വനിത ശോഭാ സുരേന്ദ്രനൊപ്പം ഉണ്ടായിരുന്നു. അന്ന് BJP ഓഫീസിൽ വെച്ച് ശോഭാ സുരേന്ദ്രനും ഇതേ വനിതയും ശിവരാജ് സിംഗ് ചൗഹാനുമുള്ള ഒരു ചിത്രം, അതാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ പുറത്തുവിടുന്നത്. മാത്രമല്ല പല ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ ശോഭാ സുരേന്ദ്രനൊപ്പം ഈ സ്ത്രീയുള്ള ദൃശ്യങ്ങളും ഇപ്പോൾ കോൺഗ്രസ് പുറത്തുവിടുന്നത്. ഏതായാലും അല്പസമയത്ത് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുമ്പോൾ ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് സംഘത്തിനെ പുറത്തുവിടുകയാണ്. അവർ ആരാണ് എന്ന ചോദ്യത്തിന് കൂടി ഉത്തരമാവുകയാണ്. ഇക്ബാൽ അറക്കൽ, വീണ്ടും അപ്ഡേറ്റുകൾക്കായി എത്താം, മറ്റു പ്രതികരണങ്ങൾ കൂടി തേടുക. ഏതായാലും